ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഭഗവാന്റെ രാസക്രീഡയാണ്. ഭഗവാന്റെ ലീലകളിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ലീലയാണ് ഭഗവാൻ കാളിന്തി നദിയുടെ തീരത്ത് ആ പൗർണമി രാത്രിയിൽ നടത്തിയ രാസക്രീഡ. ഭഗവാന്റെ ജീവിതം, വൃന്ദാവനത്തിലെ ജീവിതം ഏതാണ്ട് അവസാനിക്കാറായി. ആ സമയത്ത് എന്തൊക്കെ അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എല്ലാവരും ക്ഷമയോടുകൂടി ഭക്തിയോടുകൂടി ഇരുന്ന് ഈ കഥ അവസാനം വരെ കേൾക്കണം. വൃന്ദാവനത്തിനടുത്തുള്ള അംബികാവനത്തിൽ ഒരു ഗൗരി ക്ഷേത്രമുണ്ട്. ഗോപന്മാരുടെ ഒരു ആരാധനാ കേന്ദ്രമായിരുന്നു അത്. ഗോപന്മാരുടെ വകയായിട്ട് അന്ന് ആ ദേവാലയത്തിൽ ഒരു ഉത്സവം നടക്കുകയാണ്. എല്ലാ ഗോപന്മാരും ഗോപസ്ത്രീകളും അതിരാവിലെ തന്നെ ക്ഷേത്രത്തിലെത്തി സരസ്വതീ നദിയിൽ പുണ്യസ്നാനം ചെയ്യുകയും വ്രതാനുഷ്ഠാനങ്ങളുടെ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്തു. ശിവപാർവതീ പൂജകളൊക്കെ നടത്തി ബ്രാഹ്മണർക്കും മഹർഷിമാർക്കും ആഹാരവും ധനവും വസ്ത്രവുമൊക്കെ തന്നെ ദാനം ചെയ്തു. ക്ഷേത്രത്തിൽ വഴിപാടുകളും നൈവേദ്യങ്ങളുമൊക്കെ നടത്തി അന്ന് മുഴുവനും ക്ഷേത്രത്തിൽ ഇരുന്ന് അവർ ഉപവാസം ആചരിച്ചു. രാത്രിയിൽ ഉറങ്ങിയാൽ വ്രതത്തിന് ഭംഗം വരുമെന്നുള്ള ആചാരവിധി അനുസരിച്ചിട്ട് അവർ എല്ലാവരും തന്നെ രാത്രി മുഴുവനും ഉറങ്ങാതെ ആ നദീതീരത്തു തന്നെ കഴിച്ചുകൂട്ടി. ആ സമയം ഒരു പെരുമ്പാമ്പ് ഇഴഞ്ഞു വരികയാണ്. ഇഴഞ്ഞു വന്ന് ആ പാമ്പ് നന്ദഗോപനെ അങ്ങ് ചുറ്റുന്നു. പ്രാണഭീതിയോടുകൂടി നന്ദഗോപര് കൃഷ്ണ രാമ എന്ന് ഉറക്ക വിളിച്ച് കരയുകയാണ്. അത് കേട്ടപ്പോൾ യശോദയും രോഹിണിയുമൊക്കെ അവിടേക്ക് ഓടി വന്നു. അവരും എന്ത് ചെയ്യാൻ തുടങ്ങി? കരയാൻ തുടങ്ങി. ഒരു വലിയ പാമ്പ്, ആ പാമ്പ് നന്ദഗോപരുടെ കാലിലാണ് ചുറ്റിയിരിക്കുന്നത്. കരച്ചിൽ കേട്ട് എല്ലാ ഗോപന്മാരും രാമനും കൃഷ്ണനുമൊക്കെ അവിടേക്ക് ഓടി വന്നു. പാമ്പിനെ അകറ്റുന്നതിനായിട്ട് അവിടേക്ക് ഓടി വന്ന ഗോപന്മാരെല്ലാവരും വളരെയധികം പണിപ്പെടുകയാണ്. ഒരു വലിയ വടി എടുത്തുകൊണ്ട് വന്ന് പാമ്പിനെ അവരിങ്ങനെ അടിച്ചു. പോകുന്നില്ല, പിടിവിടുന്നില്ല. അവസാനം തീക്കൊള്ളി കൊണ്ടുവന്ന് കുത്തി പൊള്ളിക്കുന്നു പാമ്പിൻ്റെ ശരീരത്തിൽ. എന്നിട്ടും ഈ പാമ്പ് അനങ്ങുന്നില്ല. ഒടുവിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ പാദം കൊണ്ട് അവനെ ഒന്ന് ശക്തിയായിട്ട് ചവിട്ടുന്നു. ഭഗവാൻ ചവിട്ടിയതും ആ പാമ്പ് പെട്ടെന്ന് തന്നെ ചുറ്റഴിഞ്ഞിട്ട് ചത്തുമലർന്ന് താഴെ വീഴുകയാണ്. അതേസമയം അവൻ്റെ ആ ജഡത്തിൽ നിന്ന്, അതായത് ആ പാമ്പിൻ്റെ ജഡത്തിൽ നിന്ന് ഒരു ദിവ്യമായ രൂപം അവിടെ പ്രത്യക്ഷപ്പെടുകയും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയും ചെയ്തു. കാരുണ്യപൂർവം ഭഗവാൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ആരാണ്? ഈ സർപ്പരൂപം ധരിക്കുവാൻ എന്താണ് കാരണമെന്ന് കൃഷ്ണൻ ചോദിക്കുന്നു. ഉടൻ തന്നെ ആ രൂപം പറയുകയാണ്, പ്രഭോ കൃഷ്ണ, സുദർശനൻ എന്നു പേരായ ഒരു ഗന്ധർവനാണ് ഞാൻ. സുന്ദരികളായ കുറേ സ്ത്രീകളും ഒരുമിച്ചിട്ട് അഹങ്കാരത്തോടു കൂടി ഇങ്ങനെ മേളിച്ച് നടക്കുമ്പോൾ ഒരു ദിവസം അങ്കിരസ് മുതലായ മുനികൾ അവിടേക്ക് എത്തുന്നു. അവരെ കണ്ടിട്ട് ഞാൻ അഹങ്കാരത്തോടു കൂടി അവരെ അധിക്ഷേപിക്കുന്നു. ആ അധിക്ഷേപങ്ങൾ കേട്ടപ്പോൾ അവരെന്നെ നീ പെരുമ്പാമ്പായി പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. സങ്കടത്തോടു കൂടി ഞാൻ അവരോട് ശാപമോക്ഷം യാചിച്ചു. അപ്പോൾ അവർ പറഞ്ഞു,
ദ്വാപരയുഗത്തിൻ്റെ അന്തിമ കാലഘട്ടത്തിൽ വൈകുണ്ഠപതിയായ മഹാവിഷ്ണു തൻ്റെ പൂർണ്ണ കലയോടുകൂടി ശ്രീകൃഷ്ണൻ എന്ന നാമധേയത്തിൽ യദുവംശത്തിൽ അവതരിക്കുകയും നന്ദഗോപരുടെ പുത്രനായി വൃന്ദാവനത്തിൽ ജീവിക്കുകയും ചെയ്യും. ആ പുണ്യപുരുഷോത്തമൻ നിന്നെ എപ്പോഴാണോ സ്പർശിക്കുന്നത് ആ സമയം നിനക്ക് ശാപമോചനം ലഭിക്കുകയും ചെയ്യുമെന്ന് ഈ മഹർഷിമാർ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനുശേഷം അവരെ അന്തർധാനം ചെയ്തു. അന്നു മുതൽ ഭഗവാന്റെ അവതാരം പ്രതീക്ഷിച്ച് ഈ വൃന്ദാവനത്തിലെ കാടുകളിൽ വന്ന് ഞാൻ താമസിക്കുവാൻ തുടങ്ങി. അടുത്ത കാലത്ത് ഭഗവാന്റെ രാസക്രീഡ ദർശിച്ച എൻ്റെ വർഗക്കാരായ ഗന്ധർവന്മാർ ഭഗവാനെ സ്തുതിക്കുന്നതു കേട്ട് കൃഷ്ണാവതാരം നടന്നിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ കഴിയുന്നതും വേഗം ഭഗവാന്റെ ദർശനം സ്പർശനം എനിക്ക് ഉണ്ടാക്കി തരേണമേ എന്ന് പ്രാർത്ഥിച്ച് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഈ കാട്ടിലിങ്ങനെ ജീവിക്കുവാൻ തുടങ്ങി. കൃഷ്ണ, ഭഗവാനെ ക്ഷമിക്കണം. അവിടുത്തെ പിതാവിനെ ചുറ്റിയാൽ മാത്രമേ അങ്ങ് എന്നെ ചവിട്ടുകയുള്ളൂ, എനിക്ക് ശാപമോചനം ലഭിക്കുകയുള്ളൂ എന്ന ബോധ്യത്തിലാണ് അടിയൻ ഈ അപരാധം ചെയ്തത്. അടിയനോട് ക്ഷമിക്കണം എന്ന് ഈ ഗന്ധർവൻ പറയുകയാണ്. സുദർശനൻ എന്നു പേരുള്ള ഗന്ധർവൻ. കൃഷ്ണൻ സംപ്രീതനാവുകയും അവനെ വേണ്ട വിധം അനുഗ്രഹിച്ച് ദേവലോകത്തിലേക്ക് അയക്കുകയും ചെയ്തു. ഇതെല്ലാം അവിടെ നടന്ന കാര്യങ്ങളാണ്, വൃന്ദാവനത്തിൽ നടന്ന കാര്യങ്ങളാണ്. പക്ഷേ മായാദേവിയുടെ അനുഗ്രഹം കൊണ്ട് അവിടെ കൂടിയിരുന്ന മറ്റാർക്കും ഈ സംഭാഷണങ്ങളൊന്നും കേൾക്കുവാൻ സാധിച്ചതുമില്ല. അങ്ങനെ വ്രതമെല്ലാം അവസാനിപ്പിച്ച് പിറ്റേ ദിവസം രാവിലെ പ്രത്യേക പൂജകളൊക്കെ നടത്തി സന്തോഷത്തോടു കൂടി ഗോപന്മാർ അവരുടെ വസതികളിലേക്ക് പോവുകയും ചെയ്തു. രാസക്രീഡാകാലത്ത് 7 വയസ്സായിരുന്നു ഭഗവാന്. ഇപ്പോൾ ഭഗവാൻ 10ാമത്തെ വയസ്സിലേക്ക് കടന്നു തുടങ്ങി. വൃന്ദാവനത്തിലെ രാസക്രീഡയ്ക്ക് ശേഷം കൃഷ്ണൻ തൻ്റെ ഓടക്കുഴൽ തൊട്ടിട്ടേയില്ല. വൃന്ദാവനത്തെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൃഷ്ണൻ വേണുഗാനം ഉതിർത്തിരുന്നത്. ആ വേണുഗാനം കേൾക്കുമ്പോൾ ഗോപസ്ത്രീകളും പശുക്കളും എല്ലാവരും ശുദ്ധരായി തീരുമായിരുന്നു. ഗോപസ്ത്രീകൾ രാസക്രീഡ കഴിഞ്ഞതോടുകൂടി ഇപ്പോൾ പുണ്യവതികളാണ്. ഇന്നവർ ശ്രേഷ്ഠകളായ ഭക്തകളാണ്. അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് വേണുഗാനം കേൾക്കണമെന്നില്ല. അങ്ങനെ കൃഷ്ണൻ തൻ്റെ ആ ഓടക്കുഴൽ ആർക്കു കൊടുക്കുന്നു? തൻ്റെ നിത്യഭക്തയായ രാധാറാണിക്ക് ഭഗവാൻ തൻ്റെ ഓടക്കുഴൽ സമ്മാനിക്കുകയാണ്. രാധാറാണി തൻ്റെ ആത്മരമണനായ കൃഷ്ണൻ്റെ സ്മാരകമായി ആ ഓടക്കുഴലിനെ നിത്യവും പൂജിച്ച് ആരാധിച്ചു പോവുകയും ചെയ്തിരുന്നു. അതായത് ഭഗവാന്റെ സ്വന്തമായിരുന്ന, ഭഗവാന്റെ എല്ലാ സ്നേഹവും അനുഭവിച്ചിരുന്ന ആ ഓടക്കുഴലിനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ രാസക്രീഡയ്ക്ക് ശേഷം ആർക്ക് സമ്മാനിക്കുകയാണ്? രാധാറാണിക്ക് സമ്മാനിക്കുകയാണ്. ആ ഓടക്കുഴൽ ഒരു നിധി പോലെ രാധാറാണി എന്നും സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. ഹരികൃഷ്ണ. അതിനുശേഷവും കംസൻ്റെ പല വിധത്തിലുള്ള ആക്രമണങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. കംസൻ്റെ കൂട്ടുകാരനായിരുന്ന അരിഷ്ടൻ എന്ന ഒരു അസുരൻ ഒരു കാളയുടെ രൂപം ധരിച്ച് തൻ്റെ കുളമ്പുകളാൽ ഭൂമി ചവിട്ടി കുതിച്ച് പിളർന്നു കുഴിക്കുകയും
മദം പെരുത്ത് ഞെളിഞ്ഞു മുക്കറയിട്ട് കീഴ്മേൽ ചാടുകയും കൂർത്തുമൂർത്ത നീണ്ട കൊമ്പുകൾ കൊണ്ട് വൃക്ഷങ്ങളെയും കന്നുകളെയും കുത്തിമറിക്കുകയും ഗംഭീരമായ ശബ്ദത്തിൽ അലറുകയും ചാടിയോടി വാലുകൊണ്ടടിച്ച് ഭൂമണ്ഡലത്തിലെ പൊടിപടലങ്ങൾ ആകാശത്തിലേക്ക് പറപ്പിക്കുകയും ചെയ്തുകൊണ്ട് കാളയുടെ രൂപം ധരിച്ച ആ അരിഷ്ടൻ എന്ന അസുരൻ നന്ദഗോപരുടെ വീട്ടിലെത്തുന്നു. വലിയ ആകൃതിയുള്ള ആ കാളയെ കണ്ട് പേടിക്കുന്ന രൂപത്തിലുള്ള ആകൃതിയോട് കൂടിയ ആ ഒരു കാളയെ കണ്ടിട്ട് ഗോകുലവാസികൾ ആകെ ഭയപ്പെടുന്നു. കൊമ്പുകളും ഒക്കെ കുലുക്കി മുക്കറയിട്ടുകൊണ്ട് വന്ന ആ അസുരൻ തൊഴുത്തിൽ നിൽക്കുന്ന പശുക്കളുടെ നേരെ അങ്ങ് തിരിയുകയാണ്. പേടിച്ച് കയറും പൊട്ടിച്ച് പശുക്കൾ അതോടുകൂടി 4 വശത്തേക്കും ഓടി. അത് കണ്ടതും ഗോപന്മാരെല്ലാവരും കൃഷ്ണൻ്റെ അടുക്കൽ വന്നിട്ട് പരാതി പറഞ്ഞു. കൃഷ്ണ, ഒരു കൂറ്റൻ കാള നമ്മുടെ തൊഴുത്തിൽ കയറിയിട്ട് പശുക്കളെല്ലാം വിരട്ടി ഓടിക്കുന്നു. അതോടുകൂടി ഗോവിന്ദൻ ആ അസുരൻ്റെ അടുക്കലേക്ക് വരുന്നു. വേഷം മാറി വന്നിരിക്കുന്ന ഒരു അസുരനാണ് അവനെന്ന് അച്യുതന് മനസ്സിലാകുന്നു. താൻ ഉദ്ദേശിച്ചു വന്ന ശത്രുവായ കൃഷ്ണനെ കണ്ട ഉടൻ തന്നെ അരിഷ്ടകൻ കൃഷ്ണൻ്റെ നേർക്ക് തിരിയുകയും ചെയ്തു. പിന്നെ ഒട്ടും താമസിച്ചില്ല. കൃഷ്ണൻ മുമ്പോട്ട് ചാടിയടുത്ത് തൻ്റെ കൈകൊണ്ട് അവനെ ഒന്ന് ആഞ്ഞടിക്കുകയും ആ അടിയിൽ ആ അസുരൻ അകലത്തിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. അസുരൻ അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് വീണ്ടും കൃഷ്ണനെ കൊല്ലാനായി കൃഷ്ണൻ്റെ അടുക്കലേക്ക് വരുന്നു. കൃഷ്ണൻ വീണ്ടും അവൻ്റെ അടുക്കലേക്ക് ഓടി വരികയും മുണ്ടു പിഴിയുന്നത് പോലെ കൃഷ്ണൻ അവൻ്റെ കഴുത്തു പിടിച്ച് ഞെരിച്ച് അവനെ കൊല്ലുകയും ചെയ്തു. അതോടുകൂടി അവൻ ആ കാളയുടെ രൂപം മാറുകയും ഒരു അസുരനായിട്ട് തന്നെ അവൻ താഴേക്ക് ചത്തുമലച്ച് വീഴുകയും ചെയ്തു. പിന്നീട് ഗോപന്മാരെല്ലാവരും കൂടി അവൻ്റെ ആ ഭീമാകാരമായ ശരീരം ജഡം വെട്ടിമുറിച്ച് പല കഷ്ണങ്ങളാക്കി ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ദഹിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ പല വിധത്തിലുള്ള ഉപദ്രവങ്ങളും പിന്നീടും കംസൻ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് അവർ മുമ്പോട്ട് പോവുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇനി വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. കാരണം കൃഷ്ണൻ ഇപ്പോൾ 10 വയസ്സ് പ്രായമായി. 10 വയസ്സ് വരെ മാത്രമേ കൃഷ്ണൻ വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇനി വലിയ ദൗത്യങ്ങളിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ കടക്കുകയാണ്. നമുക്കെല്ലാവർക്കും ശ്രീകൃഷ്ണൻ്റെ കൂടെ സഞ്ചരിക്കാം. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.